നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി വള്ളംകളി സർക്കാർ നൽകി വരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. CBLന് ഇത്തവണയും 11 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും വർദ്ധിപ്പിക്കുമെന്ന് KC വേണുഗോപാൽ MP. ബോണസ് തുക വർദ്ധിപ്പിക്കുന്നത് 25%. തന്റെ നിർദ്ദേശം അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് MP. കുട്ടനാട് ശുദ്ധജല പദ്ധതിക്ക് തോമസ് ജോണിന്റെ പേര് നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം CV രാജീവ്. വാർത്തകളിലേക്ക് വിശദമായി. ആലപ്പുഴയുടെ അഭിമാനമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് യോഗത്തിൽ പറഞ്ഞു. CBLന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത്തവണയും 11 കോടി രൂപ CBLനായി നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നെഹ്റു ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നൽകുന്ന സഹായം 1 കോടിയായിരുന്നു. അത് 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CBL ഈ വർഷവും തുടരും. CBL നടത്താൻ വേണ്ടി 11 കോടി രൂപ സർക്കാർ ഈ വർഷവും മാറ്റിവെച്ചിട്ടുണ്ട്. CBL സെപ്റ്റംബർ 5-ാം തീയതിയാണ് സാധാരണ നടക്കുന്നത്. ഈ വർഷവും സെപ്റ്റംബർ 5-ാം തീയതി തന്നെ CBL നടക്കും. മാറ്റമൊന്നുമില്ല. നെഹ്റു ട്രോഫിയിൽ ഏറ്റവും വേഗത്തിൽ തുഴഞ്ഞെത്തുന്ന 9 ടീമുകളാണ് CBLലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. ആ ടീമുകൾ തന്നെയായിരിക്കും ഇത്തവണയും CBLലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. ഈ വർഷത്തെ CBLന് ശേഷം CBLലെ ടീമുകളിലെ IPL മാതൃകയിൽ അവരെ ഓപ്ഷനൊക്കെ ചെയ്ത് ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ KC വേണുഗോപാൽ അവർ, അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. ഈ മേഖലയിലെ മറ്റ് MLA മാരുണ്ട്. ഇവിടുത്തെ MLA AD തോമസ് ഉണ്ട്. എല്ലാവരുമായിട്ടും കൂടെ ചർച്ച ചെയ്ത് ടൂറിസം സെക്രട്ടറി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റും കളക്ടറും എല്ലാം കൂടെ ചേർന്ന് ഈ ക്ലബ്ബുകളുടെ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്ത രൂപത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ സർക്കാർ സഹായത്തിൽ CBL നടക്കുന്നതല്ലാതെ ഓപ്ഷനും ഇല്ല, ധനസമാഹരണവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് സർക്കാരിനും പ്രയോജനമില്ല, ക്ലബ്ബുകൾക്കും പ്രയോജനമില്ല. CBL എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ നിലയിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലൊരു ചർച്ച ഇതിനു ശേഷം ഉണ്ടാവും. IPL മാതൃകയിലാണ് CBL വിഭാവനം ചെയ്തിട്ടുള്ളത്. വിഭാവനം ചെയ്ത രീതിയിൽ CBL നടത്തിയാൽ സാമ്പത്തിക സഹായം ആവശ്യമായി വരില്ല. എന്നാൽ ഇത്തവണ അത് സാധ്യമാകില്ല. CBL ഇത്തവണയും നിലവിലുള്ള രീതിയിൽ തുടരുമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ ഷാജി V നായർ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, AD തോമസ് MLA, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, മുൻ MLA മാരായ അഡ്വക്കേറ്റ് AA ഷുക്കൂർ, CK സദാശിവൻ, KK ഷാജു, ചുണ്ടൻവള്ളം ഉടമ അസോസിയേഷൻ പ്രസിഡന്റ് RK കുറുപ്പ് എന്നിവർ സംസാരിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി ഉയർത്തി പരിഷ്കരിക്കുമെന്ന് KC വേണുഗോപാൽ MP. ബോണസ് തുക 25% വർദ്ധിപ്പിക്കുവാനാണ് തീരുമാനം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപ, 2-ാം സ്ഥാനത്തിന് 20 ലക്ഷം രൂപ, 3-ാം സ്ഥാനത്തിന് 15 ലക്ഷം രൂപ, 4-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് KC വേണുഗോപാൽ MP കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭരണപരമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് MP യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. തന്റെ നിർദ്ദേശം അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KC വേണുഗോപാൽ പിന്നീട് പ്രതികരിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം മന്ത്രിയുടെ ഒരു പ്രത്യേകമായ താല്പര്യം കൊണ്ട് ഈ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാനൊരു നിർദ്ദേശം വെച്ചു. അത് കമ്മിറ്റി അംഗീകരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് കളിക്കാരുടെ ബോണസ് 10% ഇൻക്രീസ് ആണ് തീരുമാനിച്ചിരുന്നത്. അത് 25% വർദ്ധിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. 25%. അതുപോലെ നമ്മൾ ഈ നെഹ്റു ട്രോഫി ഇത്രയും വലിയ അന്താരാഷ്ട്ര മത്സരം, അതിൻ്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും പ്രൈസ് മണി 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയൊക്കെയാണ്. അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 25 ലക്ഷം രൂപയായിരിക്കും ഈ വർഷം നെഹ്റു ട്രോഫി വിൻ ചെയ്യുന്ന ടീമിന് കൊടുക്കുന്ന ട്രോഫി. 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപയും 3-ാം സ്ഥാനക്കാർക്ക്
15 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഈ വള്ളംകളിയെ കുറെ കൂടി ആകർഷകത്വമാക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഇന്ന് NDBR കമ്മിറ്റിയിൽ നേരിട്ട് വന്നുകൊണ്ട് ടൂറിസം മിനിസ്റ്റർ ചെയ്തത്. അത് സത്യത്തിൽ വള്ളംകളിക്കാർക്കും വള്ളം ഉടമകളുടെ ഒരു നിവേദനമുണ്ട്. അതിപ്പോൾ മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെഹ്റു ട്രോഫി നടക്കുന്നത് ഓണത്തിന്റെ അടുത്ത ദിവസങ്ങളിലാണെന്നും DTPCയുടെ ഭാഗത്തുനിന്ന് ഗുണപരമായ സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും MP പറഞ്ഞു. ആലപ്പുഴ DTPCക്ക് നൽകുന്ന സഹായം കുറയില്ലെന്നും ജില്ലകൾക്കുള്ള വിഹിതം ഏകീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി MP-ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബോണസ് തുക 25% വർദ്ധിപ്പിക്കും. കുട്ടനാടിന്റെ ആദ്യ MLA തോമസ് ജോണിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി കുട്ടനാട് ശുദ്ധജല പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം CV രാജീവ്. തോമസ് ജോണിന്റെ 45ാം ചരമവാർഷികവും തോമസ് ജോൺ സ്മാരക പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോമസ് ജോണിനെ പോലെ ദിഷണാശാലിയായ, ഭാവിയിലേക്ക് ഒരു കരുതലുള്ള ദൃഷ്ടിയുണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയെ കുട്ടനാട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഇരിക്കുന്ന റോഡ് തന്നെ പള്ളിക്കൂട്ടം നീലമ്പേരൂർ റോഡ് എന്ന് പറയുന്നത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിഭാവന ചെയ്താണെന്ന് ആലോചിച്ചു. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം കുട്ടനാട്ടിൽ വന്ന ബൈ റോഡുകൾ പലതും പൂർത്തീകരിച്ചുവെങ്കിലും ഇന്നും കാവാലം പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി പുളുങ്ങുന്ന പാലം കൂടെ നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിൽ മാത്രമേ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. മാമ്പഴക്കേരി മുതൽ ടൈറ്റാനിക് പാലം വഴി കടന്നു വരുന്ന വീയപുരം റോഡിലൂടെ കടന്നു വരുന്ന ആളുകൾ, വൈശ്യമ്പാവം പാലത്തിലൂടെ കടന്നു വരുന്ന ആളുകൾ, നമ്മുടെ പടഹാരം പാലത്തിലൂടെ കടന്നു വരുന്ന ആളുകൾ, അങ്ങനെ നമ്മുടെ ഈ മധ്യതിരുവിതാംകൂറിന്റെ തെക്കൻ മേഖലയിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് കോട്ടയത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമേറിയ മാർഗമായി മാറേണ്ട ഒരു റോഡാണ്. ആ റോഡിന്റെ പദ്ധതി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി പുളുങ്ങുന്ന പാലം കൂടെ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. പുളുങ്കുന്നിലെ തോമസ് ജോൺ നിത്യസ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തോമസ് ജോൺ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം CV രാജീവ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ കാലത്ത് കുട്ടനാട് ശുദ്ധജല പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ നേതൃത്വം നൽകിയ തോമസ് ജോണിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് CV രാജീവ് പറഞ്ഞു. ഈ വർഷത്തെ തോമസ് ജോൺ സ്മാരക പുരസ്കാരം പുളുങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ചികിത്സാ സേവനം നടത്തിയ ഡോക്ടർ ഗ്രേസ് ജോർജ് വാച്ചാപ്പറമ്പിൽ മംഗലപ്പള്ളിക്കും, കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം CMI സഭയുടെ മുൻ പ്രിയോർ ജനറലും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും പുളുങ്കുന്ന് സ്വദേശിയുമായ റവറൻ ഡോക്ടർ തോമസ് ചാത്തമ്പറമ്പിൽ CMIക്കും സമർപ്പിച്ചു. ചടങ്ങിൽ പുളുങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ സ്തുത്രിഹ സേവനം അനുഷ്ഠിക്കുന്ന ടൈറ്റസ് സെബാസ്റ്റ്യൻ വാളംപറമ്പിലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തോമസ് ജോൺ അനുസ്മരണ സമിതി ചെയർമാൻ ബാബു വടക്കേക്കളം അധ്യക്ഷത വഹിച്ചു. കൺവീനർ AS വിശ്വനാഥൻ, വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെസ്റ്റൺ തോമസ്, മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN വിശ്വംഭരൻ, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയമ്മ ജയപ്രകാശ്, പുളുങ്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ CMI ആശ്രമ പ്രിയോർ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ CMI, ജനപ്രതിനിധികളായ ജോഷി കൊല്ലാറ, തങ്കച്ചൻ വാഴച്ചിറ, സജിത മനോജ്, G സൂരജ്, ജോൺ C ടിറ്റോ, ടോം മാത്യു നടുവിലിടം, ഷാരോൺ ടിറ്റോ എന്നിവർ സംസാരിച്ചു. പെയിന്റ് വ്യാപാര മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KI നജാഹ്. കോർപ്പറേറ്റ് കമ്പനികളുടെ ചെറുകിട വ്യാപാരി വിരുദ്ധ നയങ്ങളും അമിതമായ കിടമത്സരവും മൂലം മേഖല തകർച്ചയുടെ വക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റ് കമ്പനികളുടെ ചെറുകിട വ്യാപാരി വിരുദ്ധ നയങ്ങളും അമിതമായ കിടമത്സരവും മൂലം തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന പെയിന്റ് വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ കടാശ്വാസ പദ്ധതികളും സാമ്പത്തിക പാക്കേജും അനുവദിക്കണമെന്ന് കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KI നജാഹ് പറഞ്ഞു. സംസ്ഥാനത്ത് 2 ലക്ഷം പേർക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖലയാണ് പെയിന്റ് വ്യാപാരം. ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വ്യാപാരികൾക്ക് നൽകുന്ന വായ്പാ പദ്ധതികൾ ലളിതമാക്കണം. ഭീമമായ കറണ്ട് ചാർജും നികുതികളും കുറയ്ക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ അമ്പലപ്പുഴ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KI നജാഹ്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞത് ശരിയാ. 6 ലക്ഷം മുതൽ 10 ലക്ഷം ലിറ്റർ വരെ വിൽക്കുന്നുണ്ട്.
കേരളത്തിൽ. നിങ്ങൾക്കതറിയോ? 6 ലക്ഷം ഒരു മാസത്ര 1,80,00,000 ലിറ്റർ, ഒരു വർഷത്ര 22 കോടിയിലധികം വരുന്ന ലിറ്റർ പെയിന്റ് നമ്മൾ വെക്കുന്നു. അവിടെ നമ്മൾ ആലോചിക്കുന്നു, എന്താ 22 കോടി ലിറ്റർ പെയിന്റ് വെക്കുന്ന വെറും തൊഴിലാളികളാണ് നമ്മൾ, വെറും തൊഴിലാളികളാണ്. അവിടെ നമ്മൾ ചോദിക്കുന്നത് എത്ര? നമ്മൾ 25,000 രൂപ ഒരു ഷെയർ ഒരു കമ്പനിയുടെ. എന്ത് കമ്പനിയാ? നിർമ്മാണ കമ്പനിയല്ല, നമ്മളെ ഉൽപ്പന്നം വാങ്ങിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനി. ആ കമ്പനി വളരെ കൃത്യമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നു. ആ കമ്പനിയുടെ ഉൽപ്പന്നം നമ്മളെ ഈ ഉൽപ്പന്നം വാങ്ങുന്നത് എത്ര? നിങ്ങളെ നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങളെ മറ്റു കമ്പനിക്കാർ പറയില്ലേ, ബർഗർ കമ്പനി വന്നിട്ട് പറയില്ലേ, നാളെ മുണ്ട് തരാം, എത്ര ലിറ്റർ അടിച്ചാൽ? 500 ലിറ്റർ അടിച്ചാൽ മുണ്ട് തരാം. ഞാൻ തരാം, 1 ലിറ്റർ അടിക്കണ്ട. എന്റെ കൂടെ വന്ന തൃശ്ശൂർ കൈത്തറി 125 കൂടെ മുണ്ടിയാൻ വേണ്ടി. സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അമൽ എ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ കുട്ടഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തി. ബി നൈസാം, സജീവ് തോപ്പിൽ, ഡി തമ്പാൻ, നൈനാൻ തോമസ്, മായിൻ സിയാദ്, ബെനഡിക്റ്റ് എഴുന്നൂറ്റിൽ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ മേഖലാ പ്രസിഡന്റായി പ്രദീപ് ശ്രീദേവി ട്രേഡേഴ്സ്, ആലപ്പുഴ മേഖലാ പ്രസിഡന്റായി ജാനൂസ് സുരേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ മെമ്പേഴ്സ് മെറിറ്റ് അവാർഡ് അക്ഷരപ്രതിഭ പുരസ്കാര വിതരണം നടന്നു. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബിജു SV ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ BK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പലപ്പോഴും പോലീസിന്റെ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ നമുക്ക് പറ്റാതെ വരുന്ന ഒരു ഇതുണ്ട്. ഇപ്പം 10:30 മണിക്ക് ഞാൻ ഇറങ്ങാറുണ്ട്, പക്ഷെ അതിനുശേഷം ഒരു ഇൻസിഡന്റ് സ്റ്റേഷൻ പരിസരത്തുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ് ഏറ്റുപോയെന്ന് വെച്ച ഭാഗം കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല ഈ എക്സാമിനേഷനിലെല്ലാം ഉന്നത വിദ്യാലയത്തിലെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. വളരെ മനോഹരമായ ചടങ്ങ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാം എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഈ ഒരു 1-2 മാസമായിട്ട് ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകളിലും സ്ഥിതി ചടങ്ങുകളെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ ഒരേ കാര്യം തന്നെയാണ്. ലഹരിവിരുദ്ധ ബോധവൽക്കരണം തന്നെയാണ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പഴവൂർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത PA, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് P. കുര്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലേഖനകുമാരി, കലാധരൻ കൈലാസം, ശോഭന സന്തോഷ്, സേതുലക്ഷ്മി, ശാന്തിനി ബാലകൃഷ്ണൻ, മായ K, CDS ചെയർപേഴ്സൺ രാധ, കുടുംബശ്രീ CDS അംഗം ശ്യാമള രാമകൃഷ്ണൻ, ADS പ്രസിഡന്റ് ഷീജ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആരതി S ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ SSLC, +2 വിജയികളായ എല്ലാ കുട്ടികളെയും വാർഡിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ കാഴ്ചകൾ നേരിട്ട് കാണുവാൻ അവസരമൊരുക്കി മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ പ്ലാനറ്റോറിയം സംഘടിപ്പിച്ചു. ആലപ്പുഴയിലെ സ്കൈബി ഗ്രൂപ്പാണ് സ്കൂളിൽ പ്ലാനറ്റോറിയം സജ്ജമാക്കിയത്. ഈ ഗാലക്സിയിൽ മനുഷ്യർ മാത്രമല്ല, സകല ജീവജാലങ്ങളും അടങ്ങിയതാണ് ഈ ഗാലക്സി. നമുക്ക് അറിയാവുന്നത് വളരെ കുറച്ച് മാത്രം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പാടില്ലാത്തത് കടലോളം ഉണ്ട്. ഭുവനേശ്വരി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗാലക്സിയുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനായിട്ട് ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. കാറ്റു നിറച്ചൊരുക്കിയ ഇരുണ്ട ടെന്റിനുള്ളിൽ 360 ഡിഗ്രി സ്ക്രീനിൽ ബഹിരാകാശ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു. പ്രൊജക്ടറിന് മുന്നിൽ കൂറ്റൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ ടെന്റിലെത്തിച്ചത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി നടത്തിയ പരിപാടി ബഹിരാകാശ ശാസ്ത്രത്തോടുള്ള അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അക്കാദമിക് ഡയറക്ടർ R. രാജീവൻ, മാനേജർ പ്രദീപ് ശാന്തിസദൻ, സെക്രട്ടറി G. ഗണേഷ്, ശശിധരൻ പിള്ള, രാജശേഖരൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. ഉസ്ബെക്കിസ്ഥാനിൽ ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭവനിൽ സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല.
സദറുൽ അനമിനെ ഭാരതത്തിലെത്തിച്ച് കൃത്യമായി വിചാരണ നടപടികൾ നടത്തുവാൻ സാധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എങ്ങനെ ഇങ്ങനൊരു കുട്ടിയെ ഇത്ര മൃഗീയമായി തല്ലിച്ചതയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അവിടെ ഇത്രയും എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ നമ്മൾ ഭഗവാന്മാരെയൊക്കെ വർണ്ണിക്കുന്ന പോലെ പാദാതികേശം കേശാധിപാദം എന്നൊക്കെ പറയുന്ന പോലെ കാൽവിരൽ തുമ്പു തൊട്ട് തലമുടി വരെ 1 ഇഞ്ച് സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ തല്ലിച്ചതയ്ക്കാത്തത്. അത്രയും ചോര കല്ലിച്ച് കിടക്കുന്ന പാടുകളാണ് ശരീരം മുഴുവൻ കാണുന്നത്. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ട് ഈ ബന്ധു അവിടെ ചെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണം ഗൗരവമാകണം എന്ന് പറയണതെന്ന് പറഞ്ഞാൽ ഇത് അട്ടിമറിക്കപ്പെടുമോ എന്ന് ന്യായമായും സംശയിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പ്രതിയുടെ പ്ലാമന്തോൾ സ്വദേശിയായ പ്രതിയുടെ അമ്മ അവരൊരു അധ്യാപിക കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ പിതാവും വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് തെളിവുകളില്ല. അമ്മ ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അപ്പോൾ ഈ അമ്മയടക്കം പ്രതിയാണ് ഈ കേസിൽ. അമ്മയടക്കം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. അത്തരം തെളിവുകൾ മായ്ച്ചു കളയാനാണോ ഫോൺ അവിടെ വാങ്ങിച്ചു വെച്ചത്? ആ ഫോൺ മാത്രമാണ് അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്, ബാക്കി ഒന്നുമില്ല. ഈ കുട്ടിയുടെ ഫോണാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് മാത്രം അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി ഫോറൻസിക് പരിശോധനയ്ക്ക് ആവശ്യമായ, സ്ഥലപരിശോധനയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അത് മുഴുവൻ പാക്ക് ചെയ്ത് ഡെഡ് ബോഡിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ജീവനോ അവരുടെ സംസ്കാരമോ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആ വിഷയത്തിൽ ഇടപെടണം. ഭാരതവും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലവിലുള്ള കുറ്റവാളികളെ കൈമാറുവാനുള്ള കരാർ ഉപയോഗപ്പെടുത്തി സദറുൽ അനമിനെ ഭാരതത്തിലെത്തിച്ച് കൃത്യമായി വിചാരണ നടപടികൾ നടത്തുവാൻ സാധിക്കണമെന്നും KP ശശികല ആവശ്യപ്പെട്ടു. 2 വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസിന് ഉസ്ബെക്കിസ്ഥാനിൽ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കണമെന്നില്ല. തന്നെയുമല്ല, പ്രതി രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി S ചന്ദ്രശേഖരൻ, സംസ്ഥാന സമിതി അംഗം ശശികുമാർ, മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി അംബിക സോമൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. എയർഫോഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവും കുടുംബസംഗമവും ചങ്ങനാശ്ശേരി SB കോളേജ് കാവുകാട്ട് ഹാളിൽ നടന്നു. സദേൺ എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. who have protected our skies with courage, dedication and selfless service before us. സംസ്ഥാന പ്രസിഡന്റ് എയർ മാർഷൽ IP വിപിൻ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് മുഖ്യപ്രഭാഷണം നടത്തി. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചു പോകുന്ന കാലഘട്ടമാണിപ്പോൾ. ലോകം മുഴുവൻ തന്നെ യുദ്ധവീരന്മാരും അപ്രിയ സമാധാനക്കാരുമാണ് ഇന്ന് നടമാടുന്ന വേദിയാണ് ലോകം മുഴുവൻ. അതുകൊണ്ട് തന്നെ നിരവധി വെല്ലുവിളികൾ നേടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. കേരളത്തിന്റെ വികസനത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും യുവജന പരിശീലനത്തിനും സാമൂഹ്യ സേവനങ്ങൾക്കും വിരമിച്ച വ്യോമസേനാ അംഗങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു സമ്മേളനം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഒരു നല്ല ഐക്യമായി മാറട്ടെ എന്നും നാടിന് നിരവധി സംഭാവനകൾ ഇനിയും നിങ്ങൾക്ക് നൽകാനുണ്ടെന്നും കേവലം ഒരു യോഗത്തിലോ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. രാജ്യം ലോക രാജ്യങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം നമ്മുടെ നാട് നേരിടുന്ന നിരവധി ഭീഷണികൾ ഇന്നുമുണ്ട്. സമൂഹത്തിനെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ആലപ്പുഴ പൂങ്കാവിലുള്ള ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഷോറൂമിന് മുന്നിൽ ഈ വാഹനം വാങ്ങി കബളിപ്പിക്കപ്പെട്ട ഉപഭോക്താക്കളുടെ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. കോട്ടയം ജില്ലാ കോർഡിനേറ്റർ EV പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. ആ കമ്പനി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള സാമ്രാജ്യം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് തെരുവിൽ നിന്ന് സമരം നടത്തേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ പ്രശ്നം പരിഹരിച്ചെങ്കിൽ ആ മാതൃകയിൽ വിഷ്ണുവിനെ പോലെ ശക്തമായിട്ടുള്ള
പ്രതിഷേധം വളർത്തിയെടുത്താൽ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ നിൽക്കണം. എല്ലായിടത്തും ഇപ്പോൾ കോട്ടയത്ത് തന്നെ നിരവധി ആളുകൾ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു, നിരവധിയാണ് എല്ലാ ജില്ലകളിലും. ഓല കൺസ്യൂമേഴ്സ് ആക്ഷൻ കൗൺസിൽ കൺവീനർ PR സതീശൻ അധ്യക്ഷത വഹിച്ചു. ഓലയുടെ സർവീസ് സെന്ററുകൾ വ്യാപകമായി സർവീസ് ഉറപ്പാക്കുക, സർവീസ് ലഭിക്കാതെ വാഹനം നശിച്ചുപോയ ഉപഭോക്താക്കൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകി സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷിക്കുവാൻ സർക്കാർ ഇടപെടുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം ആരംഭിച്ചത്. കേരളത്തിലെമ്പാടുമുള്ള ഓല ഉപഭോക്താക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുവാനും ജില്ലാതലങ്ങളിലും ഷോറൂമിന് മുൻപിലും ഓല സമരം വ്യാപിപ്പിക്കാനുമാണ് അടുത്തഘട്ട തീരുമാനമെന്ന് സംഘാടകർ പറഞ്ഞു. ലത്തീഫ്, ഷമീർ, അശോക്, ഷിജിൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. വെളിയനാട് ബ്ലോക്കിലെ പഴയകാല ജനകീയാസൂത്രണ പ്രവർത്തകരുടെ സംഗമം നടന്നു. മാമ്പഴക്കരി P. പ്രകാശ് സ്മാരക ഹാളിൽ നടന്ന സംഗമം വെളിയനാട് ബ്ലോക്ക് മുൻ പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോസഫ് K. നെല്ലുവേലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാർ, മുൻ KRPമാർ, മുൻ BTC, BLEC, BLTAG അംഗങ്ങൾ, കോർഡിനേറ്റർ, DRPമാർ, ഫാക്കൽറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മുൻ KRPയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന R. രാജേന്ദ്രകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന ജനകീയാസൂത്രണ പ്രവർത്തകൻ K. മോഹൻലാലിനെ ജോസഫ് K. നെല്ലുവേലി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജനകീയാസൂത്രണം മുൻ ബ്ലോക്ക് കോർഡിനേറ്റർ TR. രാജ്മോഹൻ, ജില്ലാ മുഖ്യ ചുമതലക്കാരനും കില ഫാക്കൽറ്റിയുമായ P. ജയരാജ്, പഴയകാല DRPയും നിലവിൽ രാമഗിരി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PG. അശോക് കുമാർ, DRPയും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ബാലകൃഷ്ണൻ, മുൻ DRPയും ഇപ്പോൾ കൃഷിവകുപ്പ് ജീവനക്കാരനുമായ C. പ്രസാദ്, DRPയും വിവിധ വിഷയ സമിതികളിലെ പ്രവർത്തകയുമായിരുന്ന അനുരാധ മണിമോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരിയുമായി ശ്രീ ഭുവനേശ്വരി സ്കൂൾ. മാന്നാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശം ഉയർത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വേൾഡ് കപ്പിനെ വരവേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാന്നാറും അതിൽ നിന്ന് ഒട്ടും പിന്നോട്ടല്ല. പുതിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന മാരകമായി പുറത്തായിട്ടുള്ള ലഹരിക്ക് അടിമപ്പെടാതെ അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. അതിൻ്റെയും കൂടി പ്രചരണാർത്ഥമാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മാന്നാറിലെ ടർഫ് കോർട്ടിൽ വെച്ച് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുകയാണ് ഫുട്ബോൾ. അവിടെയും ആശയം ലഹരിക്കെതിരെയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒത്തുചേരാം. ഞാൻ എൻ്റെ കൊച്ചുമക്കളോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ലഹരി നമുക്ക് വേണം. ലഹരി നമുക്ക് വേണ്ട എന്ന അഭിപ്രായക്കാരനല്ല ഈ മാമൻ. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചിന്തയും നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചിന്തയും വർദ്ധിപ്പിക്കുന്ന ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ അതിനെയെല്ലാം ഒരു ലഹരിയായി കണ്ട് നാം മുന്നോട്ട് പോവുകയും വേണം. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥിനികൾ പരിപാടിക്ക് പകിട്ടേകി. സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശിവകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സല ബാലകൃഷ്ണൻ, മാനേജിംഗ് സെക്രട്ടറി G. ഗണേഷ് കുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗം ശശിധരൻ പിള്ള, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് അൻഷാദ് PJ, CBSE PTA പ്രസിഡന്റ് സുജിത് ശ്രീരംഗം, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K. ബിനു, HS പ്രിൻസിപ്പൽ അനിത, അധ്യാപകൻ അനിൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകൻ MK രമേശ് കുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തലവടി CMS ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. ലഹരിമുക്ത കേരളത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ 1 മില്യൺ തൂഫാൻ ഗോൾസ് അറ്റ് വേൾഡ് കപ്പ് 2026 പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത്. തലവടി CMS ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരം കാണികൾക്കും കുട്ടികൾക്കും നവ്യാനുഭവമായി മാറി. ക്ലാസ് മുറികൾ വിട്ട് തകഴി ജോർജിയൻ ഒളിമ്പ്യൻ സ്പോർട്സ് സെന്ററിലേക്ക് ഇഷ്ടരാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞും പതാകയേന്തിയുമാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സൗഹൃദ മത്സരമായിരുന്നെങ്കിലും വീറും വാശിയും ഒട്ടും കുറവായിരുന്നില്ല. ഒടുവിൽ അർജന്റീന ടീമായി കളത്തിലിറങ്ങിയവർ വിജയ കിരീടമണിഞ്ഞു. കേരള ഒളിമ്പ്യൻ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യറാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്.
പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി CMS സ്കൂളിൻ്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് തൂഫാനിനോട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കേരളമാകെ തൂഫാൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞുകുട്ടികൾ ഇന്ന് നമ്മൾക്കിവിടെ ഒരു സൗഹൃദ മത്സരം നടത്തുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റവറൻ സോജി വർഗീസ് ജോൺ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ റജിൽ സാം മാത്യു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വാലയിൽ ഇടിക്കുള, സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൺവീനർ മാത്യൂസ് പ്രദീപ് ജോസഫ്, സ്കൂൾ സ്പോർട്സ് കൺവീനർ രമ്യ ബാബു, വണ്ടർ ബീഡ്സ് കൺവീനർ ജിബി ഈപ്പൻ, സ്കൂൾ ഉപദേശക സമിതി അംഗം ജേക്കബ് ചെറിയാൻ, മാനേജർ PM സന്തോഷ് കുമാർ, മേഴ്സി മാത്യു, സിൽവിച്ചൻ വാളംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജോർജിയൻ ഒളിമ്പ്യൻ സ്പോർട്സ് സെന്റർ ഡയറക്ടർ ജിജി ചുടുകാട്ടിൽ സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാഭ്യാസം, കായികം, സാങ്കേതിക വിദ്യ, ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്നിവ സമന്വയിപ്പിച്ചുള്ള സമഗ്ര മുന്നേറ്റമാണ് 1 മില്യൺ തൂഫാൻ ഗോൾ സെറ്റ് വേൾഡ് കപ്പ് 2026 പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെഹ്റു ട്രോഫി വള്ളംകളി സർക്കാർ നൽകി വരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. CBLന് ഇത്തവണയും 11 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും വർദ്ധിപ്പിക്കുമെന്ന് KC വേണുഗോപാൽ MP. ബോണസ് തുക വർദ്ധിപ്പിക്കുന്നത് 25%. തന്റെ നിർദ്ദേശം അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് MP. കുട്ടനാട് ശുദ്ധജല പദ്ധതിക്ക് തോമസ് ജോണിന്റെ പേര് നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം CV രാജീവ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.